M1 എബ്രാംസ് അമേരിക്കയുടെ മെയിൻ ബാറ്റിൽ ടാങ്ക്, ലെപ്പേർഡ് ജർമ്മനിയുടെ മെയിൻ ബാറ്റിൽ ടാങ്ക്, ലോകത്തിലുള്ളതിൽ വെച്ച് വളരെ സ്പെഷ്യലൈസ്ഡ് ടാങ്ക്, വളരെ ക്യാപ്പബിളായ ടാങ്കാണ് ഇവ രണ്ടുമെന്നും പറഞ്ഞാൽ ആരെക്കൊണ്ടും നിഷേധിക്കാനാകില്ല. കാരണം ടെക്നോളജി വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വീണ്ടും വരാൻ പോകുന്ന 5-10 വർഷത്തേക്ക് ഈ ഒരു പീരങ്കിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഏതൊരു രാജ്യത്തിന്റെ പക്കലും നല്ലൊരു ഉൽപാദനം ഇല്ല. അമേരിക്കൻ കണ്ടീഷൻസിന് മാത്രമല്ല, ഏത് തരത്തിലുള്ള ഭൂപ്രദേശത്തിനും പോകാൻ അനുയോജ്യമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ഭരിക്കാൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ തന്റെ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി നിർമ്മിച്ചതാണ് ലെപ്പേർഡ്. അത്തരം ഒരു പ്രധാനപ്പെട്ട പീരങ്കി ഉക്രൈന് വേണ്ടി നൽകുകയും അതിപ്പോൾ റഷ്യൻ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഈ പീരങ്കിയെ പിടിച്ചെടുത്തു, M1 എബ്രാംസിനെ പിടിച്ചെടുത്തു, ഇങ്ങനെ പല വാർത്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായി അത് അവരുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അതിനുള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് വിശകലനം ചെയ്യാനായി ലെപ്പേർഡ് മാത്രമേ പോയിട്ടുള്ളൂ. M1 എബ്രാംസിനെ ചെറിയ ചെറിയ ടെസ്റ്റിങ്ങിന് വേണ്ടി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയെന്നതല്ലാതെ അതിനെ മുഴുവനായും വിഭജിച്ചെടുത്ത് അകത്ത് എന്തുണ്ട് എന്ന രീതിയിൽ കണ്ടെത്താനായിട്ട് മുഴുവനായിട്ട് M1 എബ്രാംസിനെ റഷ്യക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ലെപ്പേർഡ് 2A6 അവർ വിശകലനം ചെയ്ത് എന്തെല്ലാം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക വേഴ്സസ് റഷ്യ, ഇതിനകം റഷ്യയുടെ പീരങ്കികൾ അമേരിക്കയുടെ കൈകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ പീരങ്കിയും റഷ്യൻ കൈകളിലേക്ക് വന്നു. ഇത് ഏത് രീതിയിലുള്ള മത്സരമായിരിക്കും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക? ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ഒരു കമ്പാരിസണിന് മുൻപ് ഈ രണ്ട് ടാങ്കിനെ കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്കുണ്ടാകണം. ആ ടാങ്ക് എന്താണ്, ഫങ്ഷൻസ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അതിന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളെ കൊണ്ടൊരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഒന്നല്ല, ലോകത്തിലെ ശക്തമായ 5 രാജ്യങ്ങൾ സൈനികം വൈസ് നോക്കുകയാണെങ്കിൽ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, UK, ഫ്രാൻസ്, ഈ ലിസ്റ്റിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ഇപ്പോൾ നമ്മുടെ അമേരിക്ക വേഴ്സസ് റഷ്യ അല്ലെങ്കിൽ യൂറോപ്പ്, ഈ 3 വശവും മാത്രം എടുക്കാം. അമേരിക്ക, UK, ജർമ്മനി, റഷ്യ, ഇവരെല്ലാവരും ആ ഒരു വശത്ത് അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ച രാജ്യങ്ങളാണ്. പൊതുവെ ഒരു യുദ്ധം നടക്കുകയാണ്. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് വരെയും ഒരു യുദ്ധം നടക്കുന്നത് ആരാണോ കൂടുതൽ പീരങ്കികൾ വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കൂടുതൽ പീരങ്കി ശത്രുരാജ്യത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് അവരായിരിക്കും വിജയിക്കുക. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഭൂപ്രദേശം പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഒരു യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പോൾ റഷ്യ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ചില കിലോമീറ്റർ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം തൊട്ടടുത്തുള്ള രാജ്യത്തെ അല്ലെങ്കിൽ റഷ്യൻ പ്രദേശത്തെ 100 കിലോമീറ്റർ പിടിച്ചെടുത്തു എന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനും ശത്രുവിന്റെ ആക്രമണത്തെ ചെറുക്കാനും ഒഫൻസീവിനായും ഡിഫൻസീവിനും നിർത്തിയിരിക്കുന്നത് ഈ പീരങ്കിയായിരിക്കും. എന്നാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഈ സ്ഥിതിയെല്ലാം തലകീഴായി മാറി. എന്നാൽ പീരങ്കികളെ സംബന്ധിച്ച് ഇത്രത്തോളം അത്യാധുനിക പീരങ്കികൾ അല്ലെങ്കിൽ ശക്തമായ പീരങ്കികൾ ഉള്ളത് 4-5 രാജ്യങ്ങളുടെ പക്കൽ മാത്രമാണ്. മറ്റ് രാജ്യങ്ങളെല്ലാം ഈ പീരങ്കികൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതല്ലാതെ അവരുടെ രാജ്യത്ത് സ്വന്തമായ ഒരു പീരങ്കി നിർമ്മിക്കാൻ അവരെ കൊണ്ടാകുന്നില്ല. ഉദാഹരണത്തിന് അമേരിക്കയുടെ M1 എബ്രാംസ് T90യെ സംബന്ധിച്ച് റഷ്യയുടെ മെയിൻ ബാറ്റിൽ ടാങ്കാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് റഷ്യയുടെ ആർസനലിൽ T14 ആർമറ്റിക് അടുത്തുള്ള ഹൈ എൻഡ് എക്യുപ്മെന്റ്സ് ആണ്. ഇത് അവരുടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എതിർവശത്ത് ഉക്രൈന് ഈ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല. T90 എന്നത് റഷ്യയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത പീരങ്കിയാണ് ഓൾട്ടറേഷൻ ചെയ്ത് റഷ്യക്കെതിരെ തന്നെ ഉപയോഗിക്കുന്നത്. അവർ അമേരിക്കയുടെ പക്കൽ സഹായം ചോദിക്കുന്നു, ജർമ്മനിയുടെ പക്കൽ സഹായം ചോദിക്കുന്നു, എല്ലാവരും ചേർന്ന് സഹായം ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നൽകിയതാണ് M1 എബ്രാംസ് ചാലഞ്ചർ ടു ലെപ്പേർഡ്. ഈ പീരങ്കികൾ ഉക്രൈനിൽ നൽകിയതിനു ശേഷം പല വാർത്തകൾ ഇതിനെ ചുറ്റിപ്പറ്റി വന്നിരുന്നു. പെട്ടെന്ന് റഷ്യയുടെ ഒരു ഡ്രോൺ M1 എബ്രാംസിനെ ആക്രമിച്ചു എന്ന് പറയും. പെട്ടെന്ന് ഒരു ലെപ്പേർഡ് 2 ലാൻഡ് മൈൻസിൽ അകപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പീരങ്കികളെല്ലാം നശിപ്പിച്ചല്ലോ, ഇതിനെ ക്യാപ്ചർ ചെയ്തു, അപ്പോൾ തന്നെ അതിനെ പിടിച്ചെടുത്തു എന്നുള്ളതാണ് കണക്ക്. പക്ഷെ സത്യത്തിലുള്ള ഗെയിം എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പിടിച്ചെടുത്ത ഈ പീരങ്കി അത് ഫാക്ടറിയിലേക്ക് എപ്പോഴാണോ പോകുന്നത്, അതിൻ്റെ സ്പെയർ പാർട്സ് എപ്പോഴാണോ പിരിച്ചെടുക്കുന്നത്, അപ്പോഴാണ് യഥാർത്ഥ ഗെയിം തുടങ്ങുക. കാരണം ബാറ്റിൽ ഫീൽഡിൽ അത് തുരുമ്പ് പിടിച്ചു പോയാൽ അല്ലെങ്കിൽ അതങ്ങനെ ഉപേക്ഷിച്ചു പോയാൽ അവിടെ അത് ഫിസിക്കലി മാത്രമേ അതിൽ എന്തുണ്ടെന്നുള്ളത് പഠിക്കാൻ സാധിക്കൂ, കാണാൻ സാധിക്കൂ. എന്നാൽ എപ്പോഴാണത് ഫാക്ടറിയിലേക്ക് വരുന്നത്, അതിനുശേഷം അതിനെ വിഭജിച്ചെടുത്ത് അതിനെ പഠിക്കാൻ തുടങ്ങും. പ്രധാനമായും 3 കാര്യം ശ്രദ്ധിക്കും. ഒന്നാമത്തേത് ആർമർ, പ്രൊട്ടക്ഷൻ സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു. മറ്റൊന്ന് അതിൻ്റെ ടാർഗറ്റ് സിസ്റ്റം, ലേസർ ടാർഗറ്റ് സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു.
ഇൻഫ്രാറെഡ് സിസ്റ്റം എങ്ങനെ വർക്കാകുന്നു, ഇതിന്റെ ദുർബലമായ പോയിന്റ് എവിടെയാണ്, എവിടെ ആക്രമിച്ചാൽ അതിനെ എളുപ്പത്തിൽ വീഴ്ത്താൻ സാധിക്കും, ഇവ മൂന്നും വിശകലനം ചെയ്തു. ഇപ്പൊ അമേരിക്കയുടെ പീരങ്കി, ലെപ്പേർഡ് പീരങ്കി റഷ്യയുടെ ടാങ്ക് റിപ്പയറിംഗ് മാനുഫാക്ചറിംഗ് പ്ലാന്റിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ പോയതിനു ശേഷം റഷ്യയുടെ പക്കൽ നിന്നും ലെപ്പേർഡിനെ കുറിച്ചുള്ള ഒരു വാർത്ത പുറത്തു വന്നു. ഞങ്ങൾ ഇതിനെ വിഭജിച്ച് നോക്കി, പക്ഷെ അകത്തൊന്നും തന്നെ ഇല്ല എന്ന സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് സത്യമല്ല. അതിൽ ഒരുപാട് കാര്യം റഷ്യ പഠിച്ചിട്ടുണ്ട്. ആ ടാങ്കിന്റെ ഒരു മാർക്കറ്റ് കുറയ്ക്കണമെന്നതിന് വേണ്ടി മാത്രം അവർ പുറത്തിങ്ങനെ പറഞ്ഞതാണ്. പക്ഷെ പ്രാക്ടിക്കലായി പറയണമെന്നുണ്ടെങ്കിൽ റഷ്യയുടെ പീരങ്കികളുമായി കമ്പയർ ചെയ്യുമ്പോൾ മൊബിലിറ്റിയിലും വെതർ കണ്ടീഷനിലും വളരെ ഈസിയായി മെനുവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്ക് അത് ലെപ്പേർഡ് തന്നെയാണ്. നിങ്ങൾ ഈ ലെപ്പേർഡിന്റെ ചില വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാകും അത് എത്രത്തോളം ചെളിയിൽ പോലും അകപ്പെടാതെ പോകുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ചലഞ്ചർ 2 പോലും ഉക്രൈനിൽ വെച്ച് ചെളിയിൽ അകപ്പെട്ടിരുന്നു. പക്ഷേ ലെപ്പേർഡ് പീരങ്കികൾ അങ്ങനെ ചെളിയിൽ അകപ്പെടില്ല. അതിന്റെ ഭാരം അധികമാണെങ്കിലും ചെളിയിൽ അകപ്പെടാത്തതുപോലെയാണ് അതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റവും മറ്റ് ഡിസൈൻസും എല്ലാം അവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. യൂറോപ്യൻ കണ്ടീഷൻ ആപ്റ്റായ ഒരു ടാങ്ക് അത് ലെപ്പേർഡാണ്. അങ്ങനെ ഈ ലെപ്പേർഡ് ടാങ്കിനെ വിഭജിച്ചെടുത്തിട്ട് അതിനകത്തൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. വെറുതെ ഇത് പുറത്ത് പറഞ്ഞത് മാത്രമാണ്. എന്നാൽ M1 എബ്രാംസ്, ഈ M1 എബ്രാംസ് ആണ് ഇവിടെ ഒരു വലിയ വില്ലനായി മാറുന്നത് റഷ്യക്ക്. M1 എബ്രാംസ് അകത്തേക്ക് വന്നപ്പോൾ ഉക്രൈൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പീരങ്കി വെച്ച് ഞങ്ങൾ റഷ്യയെ വിരട്ടി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോ അത് റഷ്യയുടെ കൈകളിൽ അകപ്പെട്ടു. റഷ്യയും അത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ ടാങ്കിനെ പിരിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റ് പീരങ്കികൾക്കും ഈ M1 എബ്രാംസിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? DU ആർമർ, ഡെബ്രേറ്റഡ് യുറേനിയം ആർമർ. ഇത് ലെപ്പേർഡിലില്ല, ചാലഞ്ചർ 2-ലുമില്ല. അമേരിക്കയുടെ M1 എബ്രാംസിൽ മാത്രമാണുള്ളത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. തുളച്ചു കയറാൻ കഴിയാത്ത ആർമറിൽ പോലും ഈ ഡെബ്രേറ്റഡ് യുറേനിയം ഉപയോഗിച്ചുകൊണ്ടുള്ള പീരങ്കികൾക്കുള്ള ഒരു ബോംബാക്കി മാറ്റുമ്പോൾ ആ ആർമറിൽ പോലും തുളച്ചു കയറാൻ കഴിവുള്ള ഒന്നാണ്. കൈനറ്റിക് എനർജി ഉപയോഗിച്ച് വളരെ ഹാർഡായി അകത്തേക്ക് കയറാൻ സാധിക്കും. അതേ മെറ്റീരിയൽ കൊണ്ടുവന്ന് കെമിക്കൽ കോമ്പൗണ്ട്സുമായി റിയാക്ട് ചെയ്ത് ഒരു ഹെവി ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും. നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് പോലെ. അതിൽ ബുള്ളറ്റ് കൊള്ളുമ്പോൾ അതൊരു പാറ്റേൺ സൃഷ്ടിക്കും. ബുള്ളറ്റ് ഹോൾഡ് ചെയ്യുകയും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വിള്ളലുണ്ടാകാതെ തടയും. അതേ മെക്കാനിസമാണ് ഈ DU ഷീൽഡും ചെയ്യുന്നത്. ഒരു പീരങ്കിയെ നോക്കി ഒരു ബോംബ് വരികയാണ്, അത് ആ പീരങ്കിയിൽ നേരിട്ട് വീണ് പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ പീരങ്കിയിൽ ഈ കൈനറ്റിക് എനർജി കാരണം അകത്തേക്ക് നുഴഞ്ഞ് കയറുന്നു എന്നുണ്ടെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കും. ഒരു ഷീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു പക്ഷേ അതേ പ്രദേശത്തെ നോക്കി മറ്റൊരു റൗണ്ട് വെടിവെച്ചാലും അതിനെ ഹോൾഡ് ചെയ്യുന്നത് പോലെ ചുറ്റുമുള്ള പാറ്റേൺസിനെ ഷാറ്റർ ചെയ്യും, അതായത് ചിതറിക്കും. ഇങ്ങനെ ചിതറിക്കുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ മോളിക്യൂൾസ് എല്ലാം ഒന്നോടൊന്ന് ഇന്റർകണക്ട് ആവുകയും വീണ്ടും ഹെവിയായി ഫോം ആകും. അടുത്ത റൗണ്ടിനെ കൊണ്ടുപോലും ഇതിനെ പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. മറ്റ് പീരങ്കികൾക്കും അമേരിക്കയുടെ M1 എബ്രാംസിനുമുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇതാണ് റഷ്യക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട എസറ്റായി മാറുന്നത് ഈ M1 എബ്രാംസിനെ പിടിച്ചെടുത്തതിലൂടെ. പക്ഷെ സത്യത്തിൽ ഭയപ്പെടേണ്ടത് അമേരിക്കയല്ല. ഇതുപോലെ റഷ്യ കവറപ്പിന് വേണ്ടി പലതും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ പീരങ്കികൾ റഷ്യയുടെ പക്കൽ അകപ്പെട്ടതുപോലെ റഷ്യയുടെ പല പീരങ്കികൾ ഇറാഖിൽ അകപ്പെട്ടിട്ടുണ്ട്, സിറിയയിലുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതിനകം തന്നെ അകപ്പെടുകയും അവർ വിഭജിച്ചെടുത്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഭജിച്ച് നിർമ്മിച്ചത് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തതാണ് ജാവലിൻ ആന്റി ടാങ്ക് മിസൈൽസ് എല്ലാം. റഷ്യയുടെ ആർമേഴ്സിനെതിരെയും റഷ്യയുടെ സോറസ് എന്ന ഈ T-90 പ്രൊട്ടക്ഷൻ സിസ്റ്റംസിനെ എല്ലാം എങ്ങനെ കുഴപ്പിക്കാം എന്നതിനു വേണ്ടി അവർ അപ്ഗ്രേഡ് ചെയ്തെടുത്ത ഒന്നാണ് ജാവലിൻ. റഷ്യ ഇതിനകം തന്നെ ഒരുപാട് തിരിച്ചടി വാങ്ങിയിട്ടുണ്ട്. അമേരിക്ക അവരുടെ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച് അവരെ തിരിച്ചടിക്കാനുള്ള വഴികളും കണ്ടുപിടിച്ചു. എന്നാൽ അമേരിക്കയുടെ ഈ സാങ്കേതിക വിദ്യ ലഭിച്ചത് റഷ്യയുടെ ഭാവി വെപ്പൺസിനെ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കും. എങ്ങനെയെല്ലാമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, എങ്ങനെയെല്ലാം അമേരിക്കൻ ടാങ്ക്സിനെ നമ്മൾ ടാർഗറ്റ് എന്നുള്ള ഒരു അപ്ഗ്രേഡ് തീർച്ചയായും അവിടെ ഉണ്ടാകും. കാരണം ഉക്രൈൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത് എക്സ്പോർട്ട് വേരിയന്റ് ആണ്. എന്നാൽ അവർ ഒറിജിനലായി ഉപയോഗിക്കുന്നതിനും ഇവർക്ക് നൽകിയതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ ആർമേഴ്സ് കോട്ടിംഗ് ഉൾപ്പെടെ അതിന്റെ ഫങ്ഷൻസ് ഇവ എല്ലാത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോ ഈ പീരങ്കിയെ കൊണ്ട് 1 മിനിറ്റിൽ ഇത്ര റൗണ്ട്സ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് വേരിയൻസിനെ കൊണ്ട് അത്രയൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള വേരിയൻസിനെയാണ് മറ്റ് രാജ്യങ്ങൾക്ക് അവർ നൽകുന്നത്. പക്ഷേ ലെപ്പേർഡിന് ഇവിടെ മറ്റൊരു കഥയാണ്. അവരുടെ എല്ലാ സീരീസ് ലെപ്പേർഡ് 2, A3, A4, A5, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലെപ്പേർഡ് 2, A6 ഈ എല്ലാ വേരിയന്റും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിനും അതിനും പ്രധാനപ്പെട്ട വ്യത്യാസം അപ്ഗ്രേഡ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ ഇവിടെ ഭയപ്പെടേണ്ടത് അമേരിക്കയുടെ ജർമ്മനിയാണ്. പക്ഷെ എളുപ്പത്തിൽ അവർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ നൽകുന്നത് നൽകിക്കൊണ്ടിരിക്കുമെന്ന്. ഇപ്പൊ തന്നെ 79 ലെപ്പേർഡ് പീരങ്കികൾ ഉക്രൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ റഷ്യയുടെ പക്കൽ ലഭിച്ചത്
M1 എബ്രാംസിനെക്കാട്ടിലും ബെറ്റർ കണ്ടീഷനിലുള്ള ഒരു ലെപ്പേർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ M1 എബ്രാംസിനെ കൊണ്ട് റഷ്യക്ക് ലഭിക്കുന്ന പാഠങ്ങളെക്കാട്ടിലും ലെപ്പേർഡ് കാരണം റഷ്യക്ക് ലഭിക്കുന്ന പാഠങ്ങളായിരിക്കും കൂടുതൽ. ഇനി ഇവർ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് കാരണം യുദ്ധത്തിന്റെ പോക്ക് എങ്ങനെയെങ്കിലും മാറുമോ? ഇവയെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.